മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലെ 2 പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അലീന, മഞ്ജിമ എന്നീ പ്രതികൾക്കായാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. കേസിലെ പ്രധാന പ്രതികളായ സിന്ധുവിനും ബിലാലിനും വേണ്ടി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ലിഡിയ ജേക്കബ് തുടരുന്നു കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഈ കേസിൽ ഇനിയും 2 പേർ വിദേശത്തുണ്ട്. പ്രതി ചേർക്കപ്പെട്ട 2 പേർ അവരെ നാട്ടിലെത്തിക്കുക എന്നതിൽ തട്ടി നിൽക്കുകയാണോ ഈ അന്വേഷണം? അതല്ല ഇവരുടെ കൂടുതൽ ബന്ധങ്ങളിലേക്ക്, ഇവരുടെ മറ്റ് പോലീസ്, സിനിമ, സീരിയൽ മേഖലയിലുള്ള ആളുകളുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെയുള്ള ഒരു ഓഡിയോ തന്നെ സിന്ധുവിൻ്റെ തന്നെ ഒരു ഓഡിയോ പുറത്തു വന്നാണ് വലിയ ബന്ധങ്ങളുണ്ട് എന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ടോ? ഗൂഗിൾ, വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഇന്ന് പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. 2 പ്രതികൾക്കായുള്ള, പ്രത്യേകിച്ച് മഞ്ജിമ, അലീന എന്നീ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുക എന്നുള്ളതാണ്. ഇവരെ പിടികൂടിയ ആദ്യഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്യാനുള്ള സമയം വേണ്ട വിധത്തിൽ ലഭിച്ചില്ല. അതിനാലാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഏകദേശം 3 ദിവസത്തേക്കാകും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിലെ പ്രധാന പ്രതികൾ സിന്ധു, ഒപ്പം ബിലാൽ എന്നറിയപ്പെടുന്ന ശ്രീകുമാർ എന്നിവരാണ്. ഇവരെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവരുടെ കസ്റ്റഡി അപേക്ഷയും വൈകാതെ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വലിയ ഒരു റാക്കറ്റ് തന്നെയാണ്. അതൊരു ചെറിയ കാര്യമല്ല. വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ നിരവധി സ്ത്രീകളെ വിദേശത്തേക്കടക്കം കയറ്റി അയച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇതിൽ ആവശ്യമുള്ളത് എന്നുള്ളത് കൂടിയാണ്. ഇവരുടെ, പ്രത്യേകിച്ച് ബിലാലിന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ, വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലായി ബിലാൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്നും ബിലാലിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് എത്ര പേരെ ഇത്തരത്തിൽ ഇതിനിരയാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റ് ആളുകളിലേക്ക് ഇതിൽ ഈ ഒരു പ്രതികൾ മാത്രമാണോ, മറ്റാളുകൾ ഉണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്, പിടികൂടാനായിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് റാക്കറ്റുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ വിദേശത്തുള്ള പ്രതികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള, അവരെ പിടികൂടാനുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് റാക്കറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. പരാതികൾ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ പരാതികൾ കേന്ദ്രീകരിച്ചും അതിൻ്റെ ഒരു വിശ്വാസ്യത കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീങ്ങുന്നത്. ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.